മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലയിൽ വീണ്ടും മോഷണം. റോസ് ഗാർഡന് സമീപത്ത് കഴിഞ്ഞ ദിവസം മോഷണം നടന്ന അതേ കടയിലാണ് ഇന്ന് പുലർച്ചെ വീണ്ടും മോഷ്ടാവെത്തിയത്. കടയ്ക്കുള്ളിൽ സ്ഥാപിച്ചിരുന്ന CCTV തകർത്ത ശേഷമായിരുന്നു മോഷണം നടത്തിയത്. ഒരാഴ്ചക്കിടെ ഇത് 4ാം തവണയാണ് പ്രദേശത്ത് മോഷണം നടക്കുന്നത്. മൂന്നാറിൽ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം ആവർത്തിക്കപ്പെടുകയാണ്. ഈ സാഹചര്യത്തിലും നടപടി ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് മൂന്നാർ റോസ് ഗാർഡന് സമീപത്ത് രാജയുടെ ഉടമസ്ഥതയിലുള്ള വഴിയോര വിൽപ്പനശാലയിൽ ഇന്ന് പുലർച്ചെ വീണ്ടും മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം മോഷണം നടന്ന അതേ കടയിലാണ് വീണ്ടും മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം മോഷ്ടാവിന്റെ ദൃശ്യം കടയ്ക്കുള്ളിലെ CCTVയിൽ പതിഞ്ഞിരുന്നു. ഇത്തവണ മോഷ്ടാവ് CCTV തകർത്ത ശേഷമാണ് മോഷണം നടത്തിയത്. CCTV തകർക്കപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മോഷണ വിവരം തിരിച്ചറിയുന്നത്. കടയ്ക്കുള്ളിൽ നിന്നും ബാഗുകൾ മോഷ്ടിച്ചു. മോഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഇത്രയും എവിഡൻസ് പോലീസുകാരുടെ കയ്യിൽ കൊടുത്തിട്ടും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ തിരിച്ചും അത് തന്നെ ആവർത്തിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന ഈ കള്ളന്മാരെ പോലീസ് ശ്രദ്ധയോടുകൂടി അവരെ പിടിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധം മൂന്നാർ സ്റ്റേഷനിന് മുമ്പ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഇത് 4ാം തവണയും കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഇത് 7ാം തവണയുമാണ് പ്രദേശത്ത് മോഷണം നടക്കുന്നത്. പലപ്പോഴായി വലിയ തുകയുടെ സാധന സാമഗ്രികൾ ഇവിടെ നിന്നും മോഷണം പോയിട്ടുണ്ട്. ഇത്രയധികം മോഷണങ്ങൾ നടന്നിട്ടും മോഷ്ടാവിനെക്കുറിച്ച് യാതൊരു സൂചന പോലും ലഭിക്കാത്തത് പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാകാനുള്ള കാരണവുമാണ്. മോഷണങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടും പോലീസ് വിഷയം ഗൗരവമായി എടുക്കുന്നില്ലെന്നാണ് വ്യാപാരികൾ ഉയർത്തുന്ന ആരോപണം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.